നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ മിന്നും ജയം നേടി UDF. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ശക്തി കേന്ദ്രങ്ങളും LDF-നെ കൈവിട്ടു. ജന്മനാട്ടിലും സ്വന്തം ബൂത്തിലും സ്വരാജ് പിന്നിലായി. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായ് മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അരുവായ് ഏറത്ത് 54 വയസ്സുള്ള മണികണ്ഠനാണ് പരിക്കേറ്റത്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപമാണ് മരം വീണത്. വാർത്തകൾ വിശദമായി. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ ഇനി മകൻ MLA. നിലമ്പൂരിൽ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. PV അൻവറിന്റെ പിന്തുണയില്ലാതെ ആര്യാടൻ ഷൗക്കത്തിലൂടെ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ UDF-ന് ഇരട്ടി മധുരം. UDF-ന് വലിയ സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ലെന്നും LDF സ്വാധീന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ UDF വൻ മുന്നേറ്റമുണ്ടാക്കി. മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നേടി. വഴിക്കടവ് പഞ്ചായത്ത്, മൂത്തേടം പഞ്ചായത്ത് M സ്വരാജിന്റെയും DCC പ്രസിഡന്റ് VS ജോയിയുടെയും പഞ്ചായത്തായ എടക്കര പഞ്ചായത്ത്, പോത്തുകല്ല് പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നേറ്റമുണ്ടാക്കി. CPM സ്വാധീന മേഖലയിലും ഷൗക്കത്ത് വോട്ട് വർദ്ധിപ്പിച്ചുവെന്നതാണ് ശ്രദ്ധേയം. 2005-ൽ CPM സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും 4ാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് ദേശീയതലത്തിൽ അറിയപ്പെട്ടത്. 5 വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്നു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായ് മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി സുശാന്തും PTA കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. സ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണർ ശുചീകരണം നടത്തുവാൻ സ്കൂളിൽ PTA അംഗങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു സുശാന്ത്. ഈ സമയം സ്കൂൾ കോമ്പൗണ്ടിലെത്തിയ പ്രമോദ് സുശാന്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കയ്യിലിരുന്ന സ്റ്റീൽ വള ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം PTA പ്രസിഡന്റാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. അതേസമയം സുശാന്തിന്റെ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും ശുചീകരണത്തിനും മറ്റും പ്രവർത്തനങ്ങൾക്കുമായി സുശാന്ത് മുഴുവൻ സമയവും സ്കൂളിലുണ്ടായിരുന്നു. പരിക്ക് പറ്റിയ സുശാന്ത് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. PTA ആണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഭക്ഷ്യവിഷബാധയുടെ കാരണം PTA ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് നമ്മളാരും ഇതല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പറഞ്ഞു. ഇപ്പൊ ഇങ്ങനൊരു പ്രകോപനം ഇല്ലാതെ വന്നിട്ട് ആക്രമിക്കാൻ ഉണ്ടായത്. എന്റെ മുഖത്താണ് വള കൊണ്ടിടിച്ചത്. എരുമപ്പെട്ടി പോലീസിൽ സുശാന്ത് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിൽ കയറി PTA പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ PTA അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ നിയമ നടപടിയുണ്ടാകണമെന്ന് SMC ചെയർമാൻ AU മനാഫ് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ ഏകദേശം 10 മണി ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്ലോറിനേഷൻ സ്കൂളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും PTA അംഗങ്ങളും സുശാന്തും PTA പ്രസിഡന്റ് സുശാന്തും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ രക്ഷിതാവ് വന്ന് ഇറങ്ങുകയും സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി. അവരെ കോളറിന് പിടിച്ച് തള്ളി ഒരു വള പോലെ ഒരു സാധനം കൊണ്ട് ഇടിച്ചു. അപ്പോൾ ഇതിൽ PTA എൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്.
തോട്ടിൽ വീണ നാളികേരം എടുക്കാനിറങ്ങിയ ആളെ കാണാതെയായി. ബ്രഹ്മകുളം സ്വദേശി സത്യനെയാണ് കാണാതായത്. 48 വയസ്സാണ്. ചിറ്റാട്ടുകര എളവള്ളി റെയിൽവേ ക്രോസിന് സമീപത്തുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. തോട്ടിലൂടെ ഒഴുകിവരുന്ന നാളികേരം ശേഖരിക്കുന്നതിനിടയിൽ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ചുഴിയിൽ അകപ്പെട്ട് വെള്ളത്തിന്റെ ഒഴുക്കിൽ കാണാതാകുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പാവറട്ടി പോലീസും നാട്ടുകാരും ചേർന്ന് തോട്ടിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. കുന്നംകുളത്ത് നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് സംഘാംഗങ്ങളും തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അരുവായ് ഏറത്ത് 54 വയസ്സുള്ള മണികണ്ഠനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ അരുവായ് ക്ഷേത്ര കവാടത്തിന് സമീപമാണ് സംഭവം. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ മണികണ്ഠനെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അരുവായ് സെന്ററിൽ നിന്നും കോട്ടോൾ റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ എതിരെ വന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ള മണികണ്ഠൻ ഗുരുതരാവസ്ഥയെ തരണം ചെയ്തിട്ടില്ല. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപമാണ് മരം വീണത്. രാത്രി 8 മണിയോടെയാണ് സംഭവം. റോഡരികിൽ നിന്നിരുന്ന വലിയ ഞാവൽ മരം മറിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം റോഡിലൂടെ സഞ്ചരിച്ച വാഹനങ്ങൾ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് മരം മുറിച്ച് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും എത്തിയിരുന്നു. വർഷങ്ങളായി കടലിൽ വീണുകിടന്നിരുന്ന മരത്തടികൾ കരയ്ക്ക് കയറ്റി. ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെയും കടൽ സന്ദർശകരുടെയും ദീർഘനാളത്തെ ആവശ്യമാണ് സാം മന്ദലാകുന്നിന്റെ നേതൃത്വത്തിൽ സാധ്യമാക്കിയത്. കടലിൽ വീണുകിടന്നിരുന്ന കാറ്റാടി മരങ്ങളും തെങ്ങിൻ തടികളും മറ്റു മരങ്ങളുടെയും വലിയ തടികളുമാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കടലിൽ നിന്നും തീരത്തേക്ക് മാറ്റിയത്. മന്ദലാകുന്ന് മുതൽ അകലാട് ബദർപള്ളി ബീച്ച് വരെയുള്ള സ്ഥലങ്ങളിലെ മരത്തടികളാണ് കരയ്ക്ക് കയറ്റിയത്. ഫോറസ്ട്രി വകുപ്പ് കടൽക്കരയിൽ വെച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളും തെങ്ങുകളും മറ്റു തടികളും തീരം കടൽ കവരുന്നതിന്റെ ഭാഗമായി കടപുഴകി വീഴുകയും ഇത് അവിടെ കിടന്ന മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങളും വലകളും മറ്റും നശിക്കുന്നതും പതിവായിരുന്നു. ഇത് നീക്കം ചെയ്യാൻ നിരവധി തവണ അധികൃതരോട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ എത്തുകയും ചെറിയ കുട്ടികളടക്കം കുളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലവും കൂടിയായതിനാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സാം മന്ദലാകുന്ന് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. നിരവധി വലിയ തടികളാണ് കടലിൽ നിന്നും കരയ്ക്ക് കയറ്റിയത്. പ്രവർത്തകരായ സാം പ്രസിഡന്റ് ഫറാസ് ചക്കോലയിൽ, അൽഫൽ കുളത്തിങ്കൽ, NA നബീൽ, അർഷാദ് ചക്കോലയിൽ, RS ഷക്കീർ, VC ഫിറോസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ഇനിയും കടലിൽ ഇറങ്ങുന്ന സ്ഥലത്ത് തടികൾ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും തുടർ പ്രവർത്തനം നടത്തി ഇവ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ തുടരുമെന്ന് സാം മന്ദലാകുന്ന് പ്രവർത്തകർ പറഞ്ഞു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ തടസ്സമായ മരങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി പ്രതിനിധി അക്ബർ KK സാമിനെ ബന്ധപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായി ക്ലബ്ബ് ഫണ്ട് സംഘടിപ്പിക്കുകയും JCB ഏൽപ്പിക്കുകയും തുടർന്ന് മരങ്ങളെല്ലാം കരക്കടുപ്പിച്ചു. അത് അവർക്ക് വളരെ ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാർ വരുന്നൊരു മേഖലയാണ്. ടൂറിസ്റ്റുകൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അവരെ കാൽകളിലും മറ്റുള്ള കനത്ത മഴയിൽ വീട്ടിലേക്ക് വെള്ളം കയറി. കടപ്പുറം വില്ലേജ് ഓഫീസിന് സമീപം നിർമ്മിച്ച സൈക്ലോൺ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി, പുന്നൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നായി 54 പേരാണ് ഷെൽട്ടർ ഹോമിലുള്ളത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, തഹസീൽദാർ MK കിഷോർ, വില്ലേജ് ഓഫീസർ ജോഷി ചെറുവത്തൂർ, ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. ഓണം ജനകീയ കാർഷികോത്സവത്തിന്റെ ഭാഗമായി തൃത്താല മണ്ഡലംതല വിത്തിറക്കൽ ചാലിശ്ശേരി ആലിക്കരയിൽ നടന്നു. മന്ത്രി MB രാജേഷ് തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിംബിത്തിയ പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർ ഷഹന മുജീബ്, കൃഷി ഓഫീസർ സുദർശൻ,
രാമകൃഷ്ണൻ, സേതു ആലിക്കര എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി എം ബി രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് സെപ്റ്റംബർ 1 മുതൽ 3 വരെ ജനകീയ കാർഷികോത്സവം നടത്തുന്നത്. നന്മ വേലൂർ യൂണിറ്റ് സമ്മേളനം ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ചു. നന്മ വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ബിഞ്ചു ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം ചലച്ചിത്ര നാടക സംവിധായകനും നന്മ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ ID രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നന്മ വേലൂർ സെക്രട്ടറി VV വേണുഗോപാലൻ മാസ്റ്റർ, മേഖലാ വൈസ് പ്രസിഡന്റ് അനിൽ VN, KV ജോസ്, KJ പ്രശോഭ് തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് പൂർത്തീകരിച്ച കലാകാര പെൻഷൻ ലഭിക്കാത്തവർക്ക് അപേക്ഷ നൽകാനായി ഒരിക്കൽ കൂടി ഒരു അവസരം നൽകുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. കലാപരിപാടികളുമുണ്ടായി. കലാപ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ജ്വാല റോസ് B, AM നീലാംബരി എന്നിവരെ കലാപുരസ്കാരം നൽകി ആദരിച്ചു. പുതിയ ഭാരവാഹികളായി ബിഞ്ചു ജേക്കബ് C പ്രസിഡന്റ്, VV വേണുഗോപാലൻ മാസ്റ്റർ സെക്രട്ടറി, KV ജോസ് ട്രഷറർ, TA ദയാശീലൻ രക്ഷാധികാരി തുടങ്ങി 8-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കർഷക സംഘം പോർക്കുളം മേഖലാ സമ്മേളനം നടന്നു. മേഖലാ പ്രസിഡന്റ് പോൾസൺ MT പതാക ഉയർത്തി. തുടർന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MT പോൾസൺ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ഡിക്സൺ അനുശോചന പ്രമേയവും KS ഷാജി രക്തസാക്ഷി പ്രമേയവും റഹ്മാൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. തുടർന്ന് 21-അംഗ മേഖലാ കമ്മിറ്റിയിൽ നിന്ന് MT പോൾസൺ സെക്രട്ടറി, സിദ്ധാർത്ഥൻ പ്രസിഡന്റ്, ഷാജി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, PM സോമൻ, CG രഘുനാഥ്, KM നാരായണൻ, KB ജയൻ, ഓമന ബാബു എന്നിവർ സംസാരിച്ചു. ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാസ്വേ പൂക്കാലം എന്ന പേരിൽ ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി. വേലൂർ സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിരവധി കർഷക പുരസ്കാരങ്ങൾക്കുടമയും ഗ്രാസ്വേ അംഗവുമായ ജലജ രാജ് തൈ നടീലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പൂവിപണിയിൽ തദ്ദേശീയമായ ഇടപെടൽ നടത്താനും പുതിയ തലമുറയെ കൃഷിയിലേക്കും മണ്ണിലേക്കും ഇറക്കുന്നതിനുമായി തയ്യാറാക്കിയ പദ്ധതിയാണിതെന്ന് ഗ്രാസ്വേ ഭാരവാഹികൾ അറിയിച്ചു. പ്രവർത്തനത്തിന്റെ ഭാഗമായി മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലായി 1000 ചെണ്ടുമല്ലി തൈകൾ നട്ടു. ഗ്രാസ്വേ പ്രസിഡന്റ് സുരേഷ് TB അധ്യക്ഷനായി. സെക്രട്ടറി ശീർഷേന്ദുലാൽ, ട്രഷറർ ഗ്രീഷ്മ നിതീഷ്, ഓഫീസ് സെക്രട്ടറി ജിജിത്ത്, ഗായകൻ അജിത് കൈലാസ് എന്നിവരുടെ നേതൃത്വത്തിൽ 25ഓളം പ്രവർത്തകർ പങ്കാളികളായി. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ കാർഷികോൽപ്പന്നങ്ങളുടെ ശാസ്ത്രീയ സംഭരണ കർഷക അവബോധന പരിപാടി സംഘടിപ്പിച്ചു. കുന്നംകുളം മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന നെൽകർഷകർക്ക് മുണ്ടകൻ കൃഷി ആരംഭിക്കുന്നതിന് മുൻപായി നെൽകൃഷിയിലെ ശാസ്ത്രീയത എന്ന വിഷയത്തിൽ പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യം. കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിലുള്ള പാടശേഖരത്തിലെ 50 കർഷകർക്കാണ് പരിശീലനം നൽകിയത്. കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി പ്ലാന്റ് പത്തോളജി റിസോഴ്സ് പേഴ്സൺ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ KK അശ്വതി പരിശീലനത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ റസിയ ഫാത്തിമ, രോഷ്നി തമ്പി, ഫാം ഓഫീസർ ധുവിഷ് അക്തർ എന്നിവർ പങ്കെടുത്തു. എയ്യാൽ ബാലസംഘം ഉപ്പുപാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് നടത്തി. യൂണിറ്റ് പരിധിയിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത്. CPIM എയ്യാൽ ബ്രാഞ്ച് ഓഫീസ് ഹാളിൽ നടന്ന സദസ്സ് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പ്രസിഡന്റ് നിരഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KN നായർ, MK ശശിധരൻ, PA ഉണ്ണികൃഷ്ണൻ, സക്കീർ ഹുസൈൻ, CK അച്യുതൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും ഉണ്ടായി. തുരുവാണം ദ്വീപിൽ റേഷൻ കടയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കണമെന്ന ആവശ്യം ശക്തം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ സ്ഥലം സന്ദർശിച്ചു. മാറഞ്ചേരി പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുവാണം ദ്വീപിൽ 200ഓളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. കിലോമീറ്റർ താണ്ടി വടമുക്കിലോ പനമ്പാടോ എത്തിയാണ് ഇവർ റേഷൻ വാങ്ങുന്നത്.
ഹെൽത്ത് സെന്റർ ഇല്ലാത്തത് കാരണം വയോധികർ ഉൾപ്പെടെ ചികിത്സ ലഭിക്കാൻ മാറഞ്ചേരിയിലെത്തണം. തുറുവാണംകുന്നത്ത് കഴിയുന്ന നിവാസികളുടെ ദുരവസ്ഥ സന്ദർശനത്തിനെത്തിയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈറിനോട് നേരിൽ ധരിപ്പിച്ചു. പരിമിതികളിൽ നിന്നുകൊണ്ട് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ദുരിതപൂർണമായ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ ഒപ്പമുണ്ടാകുമെന്നും ഡിവിഷൻ മെമ്പർ അറിയിച്ചു. പ്രദേശവാസികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൽ ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ കൃത്യമായി ഇടപെടുന്നുണ്ട്. വൈകാതെ തന്നെ ഈ ഒരു ശ്രമം വിജയിക്കും. ആ വിജയത്തിന്റെ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ സമയം അറിയിക്കാനുള്ളത്. വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വാർദ്ധക്യമുള്ളവരുടെയൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. ആ പ്രയാസങ്ങളെ അകറ്റാനുള്ള എല്ലാ ശ്രമത്തോടൊപ്പം ജില്ലാ പഞ്ചായത്തിലെ എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒപ്പമുണ്ടാകുമെന്നാണ് ഈ സമയം അറിയിക്കാനുള്ളത്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആദ്യ സെക്രട്ടറിയും ഗ്രാമത്തിന്റെ വോളിബോൾ കോച്ചുമായ KV ബോസിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. ക്ലബ് ഹൌസിൽ മൗന പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ അധ്യക്ഷനായി. പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, മാർവൽ ക്ലബ് രക്ഷാധികാരി TK സുനിൽകുമാർ, GCC ക്ലബ് രക്ഷാധികാരികളായ ബാബു നാസർ, PS വിനു, ആദ്യകാല പ്രവർത്തകരായ ബാലൻ മാസ്റ്റർ, അലി, ക്ലബ് പ്രവർത്തകർ, ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഓണത്തിന് പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചു. കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KR ആശ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക PV ഷീജ, കാർഷിക ക്ലബ് കൺവീനർ VK വിപിൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്. UDF കാട്ടകമ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നു നടന്ന യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, AM കുഞ്ഞിമോൻ ഹാജി, അറഫ മൊയ്തുണ്ണി ഹാജി, NM റഫീഖ്, NK മജീദ്, VK മുഹമ്മദ്, മഹേഷ് തിപ്പലശ്ശേരി, ശ്രാവൺ സിദ്ധാർത്ഥ്, സുനിൽ അരുവായി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ടൗണിൽ നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിൽ UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, തോമസ് ചിറമൽ, ഫൈസൽ കാനാമുള്ളി, KV സത്താർ, KV യൂസഫ് അലി, KM ഷിഹാബ്, HM നൌഫൽ, അനസ് PM, KV ലാജുദ്ദീൻ, PM നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് UDF പ്രവർത്തകർ വിജയമാഘോഷിച്ചത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പോർക്കുളം MKM UP സ്കൂളിൽ മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഏകദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഘടനാ വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ ഗീവർഗീസ് ചെമ്മണൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു സംസാരിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സനെ മൊമെന്റോ നൽകി ആദരിച്ചു. സഭാ വൈദികരും സഭാ ഭാരവാഹികളും ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷൻ മച്ചാട് റേഞ്ച് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടത്തപ്പെട്ട വിത്തൂട്ട് പദ്ധതിയിൽ പങ്കാളികളായി കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ ഫോറസ്ട്രി ക്ലബ് അംഗങ്ങൾ. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ നേതൃത്വത്തിൽ വാഴാനി സ്റ്റേഷൻ പരിധിയിൽ വിദ്യാർത്ഥികൾ വിത്തുണ്ടകൾ എറിഞ്ഞു. ഫോറസ്റ്റ് ഓഫീസർമാരോടൊപ്പം കുട്ടികൾ വനത്തിൽ ട്രെക്കിംഗ് നടത്തുകയും അസുരക്കുണ്ട് ഡാം സന്ദർശിക്കുകയും ചെയ്തു. പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OAC, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, അധ്യാപിക റിദ T ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. റെഡ് ടെസ്റ്റ് ചാരിറ്റി അറക്കലിന്റെ നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്തിലെ കുന്നത്തുകുളവും റോഡും പരിസരവും വൃത്തിയാക്കി. റോഡിന്റെ ഇരുവശവും പാഴ്ചെടികൾ നിറഞ്ഞ കാടു പിടിച്ചിരുന്നു. നിരവധി വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് കുന്നത്തുകുളം റോഡ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തകരായ ബക്കർ അറക്കൽ, ഇബ്രാഹിം, ഷമീർ, ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി. SSLC+2 ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്.
സ്റ്റാർ ഗാങ് വടക്കേക്കോട്ടോലിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പച്ചക്കറി കൃഷി ഉദ്ഘാടനവും നടത്തി. പഠന, കലാ, കായിക മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിച്ചു. ക്ലബ് അങ്കണത്തിൽ ആരംഭിക്കുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനവും നടത്തി. 9 സ്റ്റാർ നഗറിലെ ക്ലബ് അങ്കണത്തിൽ നടന്ന പരിപാടി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് ചെയർമാൻ KK നിഖിൽ അധ്യക്ഷനായി. ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ KT ഷാജൻ മാസ്റ്റർ, പഴഞ്ഞി മാർ ബസീലിയസ് സ്കൂളിലെ പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ വടക്കേക്കോട്ടോൾ സ്വദേശിനിയും മെഹന്തി ആർട്ടിസ്റ്റുമായ KA ഷൈജിത, ദേശീയ ടീമിനായി കളിക്കുകയും കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഹോക്കി താരം അഭിലാഷ് മണികണ്ഠൻ, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ അന്വയ M വേണു, വയനാട് പഴശ്ശിരാജ കോളേജിലെ സ്പോർട്സ് മീറ്റ് മെഡൽ ജേതാവ് PA അനാമിക, ജില്ലാ കേരളോത്സവത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് മെഹന്തി മത്സരത്തിൽ വിജയിച്ച AV അനൈന, +2 SSLC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ക്ലബ് അംഗങ്ങളായ MA അഭിഷേക്, CR അഭിരവ്, KS സുദേവ് കൃഷ്ണ എന്നിവരെ ആദരിച്ചു. പച്ചക്കറി കൃഷി ഒരുക്കുന്നതിനാവശ്യമായ തൈകൾ ബാലവേദി പ്രവർത്തകർ ഏറ്റുവാങ്ങി. ആശംസകൾ നേർന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഷിജു കോട്ടോൽ, കുന്നംകുളം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TM കബീർ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി സെക്രട്ടറി MC ശരത്ത് സ്വാഗതവും ബാലവേദി കോർഡിനേറ്റർ രാധിക ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടവല്ലൂർ വട്ടമാവ് സാംസ്കാരിക നിലയത്തിൽ വനിതാ സംഗമവും ആദരവും സംഗീത സദസ്സും സംഘടിപ്പിച്ചു. എഴുത്തുകാരി സ്മിത ശൈലേഷ് ഉദ്ഘാടനം ചെയ്തു. ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. ജൈന ചക്കാമടത്തിൽ, ഭവ്യശ്രീ, അജി കടവല്ലൂർ, സുഭാഷ് P തങ്കൻ, K നന്ദകുമാർ, നിഷിൽ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, കരാട്ടെ ഇൻസ്ട്രക്ടർ ജിസ്മ, ജയൻ പാതാക്കര, ശ്രീദേവി, ശിവൻ കടവല്ലൂർ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് പൂക്കാസ മേഖല വനിതാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. വനിതാ സംഗമത്തിന്റെ ഭാഗമായി സംഗീത സദസ്സും വനിതകളുടെ കരാട്ടെ പ്രദർശനവും അരങ്ങേറി. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ യുവജന സംഘടനയായ MOMBAയുടെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് +2 വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പള്ളി ഹാളിൽ സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അക്കിക്കാവ് TVM ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാജു ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി അനുമോദിച്ചു. അധ്യാപകരായ തങ്കച്ചൻ BV, സുനീഷ് K തോമസ്, റെറ്റിൻ വർഗീസ് എന്നിവർ ആശംസയർപ്പിച്ചു. MOMBA അംഗം എബിൻ തങ്കച്ചൻ സ്വാഗതവും അഖിൻ തോമസ് നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 2025-26 വർഷത്തിലെ അധ്യാപക രക്ഷാകർതൃ യോഗവും മെറിറ്റ് ഡേയും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ഡേ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിനിൽ K വർഗീസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ഫെഡറൽ ബാങ്ക് മാനേജർ ഡയോൺ കാച്ചിപ്പിള്ളി, ചൂണ്ടൽ സൺതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, അധ്യാപകരായ സ്മൈൽ ടീച്ചർ, ബിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ കായിക താരങ്ങളുടെ പരിശീലനത്തിനായി ഫെഡറൽ ബാങ്ക് കേച്ചേരി ബ്രാഞ്ച് നൽകിയ പോൾ വാൾട്ട് ചടങ്ങിൽ കൈമാറി. മികച്ച കായിക താരങ്ങളെ ഉപഹാരം നൽകി അനുമോദിച്ചു. USS ഗിഫ്റ്റഡ് ചൈൽഡ് തെരഞ്ഞെടുക്കപ്പെട്ട PS ശ്രിധിയെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയും മറ്റു പാഠ്യേതര വിഷയങ്ങളിൽ വിജയം നേടിയവരെയും സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. രാജ്യം ഇപ്പോൾ കടന്നുപോകുന്ന ആപത്തിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിജി കൂടുതൽ പ്രസക്തി നേടുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി CC ശ്രീകുമാർ. ഗുരുവായൂർ നഗരസഭ 26ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമവും പ്രതിഭാതിരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മണ്ഡലങ്ങളിൽ തിളങ്ങിയ PM മുഹമ്മദ് അലി, ഡോക്ടർ CB വത്സരൻ, പാത്തുമ മുഹമ്മദ് അലി, PV ബാബു, ലിജിത്ത് തരകൻ, മനീഷ മുകേഷ് ലാൽ, TK ധന്യ, മുഹമ്മദ് റഫീഖ്, ആസിഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് CK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച വിജയികളെ ആദരിക്കൽ, പഠനോപകരണ വിതരണം, പുതപ്പ് വിതരണം എന്നിവയും നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, കൗൺസിലർ KPA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. KHRA ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന CA ലോകനാഥന്റെ നിര്യാണത്തിലും ഹൈദരാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കും അനുശോചനം രേഖപ്പെടുത്തി ആരംഭിച്ച പരിപാടി KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുപാൽ, സംസ്ഥാന ഉപദേശക സമിതി അംഗം GK പ്രകാശ്, രാജൻ, പ്രേംരാജ് ചുണ്ടലാത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. KHRA ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രവീന്ദ്രൻ നമ്പ്യാർ സ്വാഗതവും NK രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഹോട്ടലുടമകളുടെയും ജീവനക്കാരുടെയും മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു.
കൂടാതെ മൈക്രോ ലാബുമായി സഹകരിച്ച് നടത്തിയ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പിൽ നിന്നും ലഭിച്ച പരിശോധനാ ഫലങ്ങളോടെയുള്ള ഹെൽത്ത് കാർഡ് വിതരണവും നടത്തി. എരുമപ്പെട്ടി മങ്ങാട് മഹാത്മാ അക്ഷരമുറ്റം വായനശാല സംഘടിപ്പിച്ച അക്ഷരമുറ്റം പരിപാടി ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമയും വായനയും എന്ന വിഷയത്തിൽ സിനിമാ നടൻ ടി.ജി. രവി പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് പി.സി. ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ എൻ.എം. ഇക്ബാൽ കുണ്ടന്നൂർ പുസ്തക പരിചയം നടത്തി. SSLC+2 കിസ് മത്സര വിജയികളെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ മാഗി അലോഷ്യസ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു. തുടർന്ന് N.D. ഡേമിയുടെ ഒച്ച, ആഷ്ലിൻ ഷാൻഡയുടെ ഐറിംഗ് എന്നീ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനം, മഞ്ജുള ശിവദാസിന്റെ കവിതാപാരായണം എന്നിവ നടന്നു. വായനശാല സെക്രട്ടറി വിമൽ പോൾ, N.J. ജോഷി എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ വടക്കുമുറി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും കൈപ്പിടിച്ചുയർത്തിയ ഉസ്താദുമാരെയും കടമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കടമ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹംസ CM, എക്സിക്യൂട്ടീവ് ലത്തീഫ്, കടമ മെമ്പർ ഉബൈദ്, വടക്കുമുറി മഹൽ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സെക്രട്ടറി സൈദാലി ഹാജി, മഹൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മദ്രസ സദർ അബ്ദുസമദ്, മഹൽ ഖത്തീബ് സുലൈമാൻ ദാരിമി, ഉസ്താദുമാർ അബ്ദുൾ റഹ്മാൻ ഫൈസി എന്നിവർ സന്നിഹിതരായിരുന്നു. ഈവൻ വർക്കേഴ്സ് യൂണിയൻ CITU സ്ഥാപക ദിനം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മുതുവട്ടൂർ CK കുമാരൻ സ്മാരക മന്ദിരത്തിൽ ഈവൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KC സുനിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PM യഹിയ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് TS ദാസൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി PS അശോകൻ എന്നിവർ സംസാരിച്ചു. പിറന്നാൾ ദിനത്തിൽ തെരുവോരത്തെ അന്തേവാസികൾക്കൊപ്പം ആഘോഷം പങ്കിട്ട് വടക്കേക്കട സ്വദേശി NR അതുലിന്റെയും സിനി ആർട്ടിസ്റ്റ് വിജയുടെയും പിറന്നാളാണ് ഗുരുവായൂരിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചത്. വിജയിന്റെ കടുത്ത ആരാധകരാണ് അതുൽ. രണ്ടുപേരുടെയും പിറന്നാൾ ഒരേ ദിവസമായതിനാലാണ് ഇത്തരത്തിൽ വേറിട്ട ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഗുരുവായൂരിലെ തെരുവോരത്ത് കഴിയുന്നവർക്ക് ഉച്ചഭക്ഷണം മധുര വിതരണവും നടത്തി. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും ഭക്ഷണം വിതരണം ചെയ്തു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നേർച്ചാർപ്പിച്ച് ഉച്ചഭക്ഷണ വിതരണം സിനിമാ നടനും ദേവസ്വം ജീവനക്കാരനുമായ കൃഷ്ണൻ പൂമേരി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകരായ വികാസ് ദാസൻ, ഹർഷാദ്, സുകേഷ്, വലിയ വീട്ടിൽ ഉസ്മാൻ, വടക്കയിൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് യോഗ പ്രദർശനത്തിന് സൗകര്യമൊരുക്കി പൈതൃകം ഗുരുവായൂർ പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം ഡയറക്ടറും യോഗാചാര്യനുമായ ഡോക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 100ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ പ്രദർശനവുമുണ്ടായി. ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു K. നായർ, ഗോകുലം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ജെസി M. തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ നടന്ന എൻലൈറ്റ് വിജയോത്സവത്തിൽ എത്തിയവർക്ക് കുന്നത്തേരി ശ്രീഭദ്ര കുടുംബശ്രീയുടെ ചായ സൽക്കാരം മാതൃകയായി. ശനിയാഴ്ച രാവിലെ അൻസാരി കൺവെൻഷൻ സെന്ററിലായിരുന്നു മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എല്ലാ സ്കൂളിൽ നിന്നും SSLC+2 വിജയികൾക്കുള്ള പുരസ്കാര വിതരണം നടത്തിയത്. ഇതിനായി ഇവിടെ എത്തിയ 1000-ലധികം പേർക്ക് ഏറെ അടക്കം ചിട്ടയോടെ ചായയും നാടൻ പലഹാരമായ ഉണ്ണിയപ്പവും നൽകി. 10-അംഗ സംഘത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ പുലർച്ചെ 4 മുതൽ ഉണ്ണിയപ്പ നിർമ്മാണത്തിലേർപ്പെട്ടു. 1200ഓളം ഉണ്ണിയപ്പമുണ്ടാക്കി. ശ്രീഭദ്ര കുടുംബശ്രീ പ്രസിഡന്റ് ജാനകി M, സെക്രട്ടറി ഉഷാചന്ദ്രൻ, ജാൻജി, ബിന്ദുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9230 രൂപ, പവന് 73,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ മിന്നും ജയം നേടി UDF. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ശക്തി കേന്ദ്രങ്ങളും LDFിനെ കൈവിട്ടു. ജന്മനാട്ടിലും സ്വന്തം ബൂത്തിലും സ്വരാജ് പിന്നിലായി.
ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അരുവായി ഏറത്ത് 54 വയസ്സുള്ള മണികണ്ഠനാണ് പരിക്കേറ്റത്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപമാണ് മരം വീണത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.